ചെറുപ്പക്കാരാ, നന്നാകണോ? ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരാ. ഈ നാട് വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാം. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാര് എടോ അതാ ഓരോ കബറിന്റെ മുകളിലും ഒരു ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ. ആരും വളമിടാറില്ല, ആരും വെള്ളമൊഴിക്കാറില്ല. എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ചി വിരിച്ച് നിൽക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ആ മൈലാഞ്ചി ചെടി നിന്നോട് പറഞ്ഞു തരും, എന്റെ താഴെ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ചി വിരിച്ച് നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ. അതുകൊണ്ട് നന്നാകണോ ചെറുപ്പക്കാരാ. സുനിൽ ഖുബൂർ ഖബർ സിയാറത്ത് ചെയ്ത പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ നീ അവിടെ പോകണ്ട, നീ അവിടെ പോകാറില്ലല്ലോ, നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളൂ. നിനക്ക് നന്നാകണോ? നിന്റെ സീരിയൽ പ്രേമം മാറണോ? നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ? ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാൽ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാ മരണ വീട്ടിൽ പോകണേ, മയ്യത്ത് കാണാനല്ല. എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? എവിടെയാണ് ജനാസ കുളിപ്പിക്കുന്നത്? ആ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞ അവിടെയൊന്ന് കേറു പെങ്ങള്. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുത്തിയുടെ കിടപ്പ് കാണാ. തലമറയ്ക്കാൻ മടിയുള്ള ആണുങ്ങളുടെ മുമ്പിലൂടെ സുഖിച്ച് നടന്നിരുന്ന, ആസ്വദിച്ച് നടന്നിരുന്ന ഒരുത്തിയുടെ കിടപ്പ് നിനക്ക് കാണാ. ആ രംഗം കണ്ട നിന്റെ ജീവിതത്തിൽ മാറ്റം വരും പെങ്ങള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, കുടിച്ചിട്ട ഖബർ കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ, നമ്മൾക്കും വരും സ്വഹാബാ, നമ്മൾക്കും വരും സഹോദരാ. പെങ്ങളെ നിനക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, എന്തായാലും നമ്മളെല്ലാവരും മരിക്കുമടോ. നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും ഒരു കാര്യത്തിൽ വല്ലാത്ത വിശ്വാസമാണ്. എന്താണ് വിശ്വാസമെന്നറിയോ? ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം നമ്മളെല്ലാം പോകുമെന്ന്, നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും മരിക്കും. മരണത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മരണമുണ്ടെന്ന് പറഞ്ഞതാരാ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ.